നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. എന്നാ പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകിയിടാം അല്ലേ? അങ്ങനെയൊക്കെ കരുതി ഞാൻ ദാ നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിത്തു എൻ്റെ കൂടെ എണീറ്റ് ഇങ്ങ് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ദാ ആദ്യം തന്നെ നമ്മുടെ ചായ അങ്ങോട്ട് ഉണ്ടാക്കി. അങ്ങനെ നല്ല ചൂട് ചായയിലാണ് തുടക്കം. അങ്ങനെ രാഹുലേട്ടന് കൊണ്ടുകൊടുത്തതിന് ശേഷം രാവിലെ നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാമെന്ന് കരുതി. സ്റ്റൂ ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ സ്റ്റൂ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടന്നു. അമ്മ അവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ദാ സവാള, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഉപ്പും മഞ്ഞൾപ്പൊടി, വെള്ളം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ അങ്ങോട്ട് ഇട്ടിട്ട് അതടിക്കുകയാണ്. എന്നിട്ട് പിന്നെ ചായക്ക് വേറെ കുറച്ച് പാലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇടിയപ്പത്തിനും സ്റ്റൂവിനും കൂടിയുള്ള തേങ്ങ ഞാൻ ചിരകി കൊടുത്തു. അപ്പോൾ ഈ ഒരു നമ്മുടെ ബ്രേസ്ലെറ്റ് കണ്ടില്ലേ, ഇത് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. രാഹുലേട്ടൻ അവർ അച്ഛൻ ഉണ്ടാക്കി കൊടുത്താണേ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുകയാണെങ്കിൽ അത് വെള്ളിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തു. അന്ന് ഇനി നേരെ നമുക്ക് സിനിമയ്ക്ക് പോയാലോ. അവിടെങ്ങാണ്ട് കിടന്ന പഴയ കുറച്ച് റെയിൻകോട്ട് എടുത്തിട്ട് നമ്മൾ ഇട്ടിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഡ്രസ്സൊന്നും ഫുള്ള് കവേർഡ് ആവുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേനും പോകുന്ന വഴിക്ക് ഭയങ്കര മഴ കൂടി കൂടി വന്ന് മൊത്തം നനഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഫേസിലിട്ട മേക്കപ്പും രാഹുലേട്ടൻ്റെ ഡ്രസ്സും ഒക്കെ നനഞ്ഞു. അങ്ങനെ നനഞ്ഞ ഡ്രസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് സിനിമയ്ക്കൊക്കെ പോകുന്നത്. പക്ഷേ ആ തണുത്ത എ സിയിൽ ഈ ഒരു അവസ്ഥയിലിരുന്ന് സിനിമ കണ്ടിട്ടുണ്ടോ, ദൈവമേ മരിക്കുമെന്ന് പറഞ്ഞാൽ മരിക്കും. അപ്പോൾ നമ്മൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് കേട്ടോ കണ്ടത്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി. അതിനുശേഷം അടുത്ത ബുക്കിംഗ് ഉണ്ടായിരുന്നു അടുത്ത സിനിമയ്ക്ക് പോകാനായിട്ട്. അങ്ങനെ പിത്തുവിനെ ഈ വട്ടം നമ്മൾ കൂട്ടി. അവനെയും കൊണ്ട് നമ്മൾ ഇതാ പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അധികം മഴയില്ലായിരുന്നു. ആദ്യം തന്നെ നമ്മുടെ ആ കുഴിമന്തി കയറി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ സിൻഡിക്കേറ്റിൽ പോയിട്ട് അടുത്ത സിനിമയ്ക്ക് കയറി. അപ്പം നരിവേട്ടയാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി. അത്യാവശ്യം അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.